സമയം 3:30. ഒരു യാത്രയ്ക്കുള്ള ഒരുക്കത്തിലാണ് ഉള്ളത്. ജിറട്ടാങ് ചെക്ക് പോസ്റ്റിലാണ്. നമ്മുടെ വണ്ടിയൊക്കെ ഇപ്പോൾ ഇതിനകത്താണ് നമ്മൾ കയറ്റി അയച്ചിരിക്കുന്നത്. 3 ബൈക്കുണ്ട്. ഒരു ഡ്യൂക്ക്, ഒരു ബുള്ളറ്റ്, നമ്മുടെ സ്വന്തം ബൈക്ക്. നമ്മളിപ്പോൾ വന്നത് പോർട്ട് ബ്ലെയറിൽ നിന്നാണ്. പോർട്ട് ബ്ലെയറിൽ നിന്ന് ഏകദേശം ഒരു 49 കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ളത്. ഇവിടെ നിന്നാണ് നമുക്ക് ജിറട്ടാങ് പോകാനുള്ള ഇത് ഫോമൊക്കെ പൂരിപ്പിക്കുന്നത്. നമ്മൾ നല്ല ചൂട് പൊറോട്ട കഴിക്കാം. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നത് ജറാൻ ഫോറസ്റ്റ് റിസർവാണ്. ഇങ്ങോട്ടേക്ക് ബൈക്കൊന്നും അലൗഡ് അല്ല. ഇത് ഇവിടുത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ്സാണിത്. ഇത് രംഗത്ത് വരെയും പോകുന്നത്. ഇത് രംഗത്ത് വെച്ചാൽ മിഡിൽ ആൻഡമാനാണ്. പക്ഷെ നമുക്ക് പോകാനുള്ളത് നോർത്ത് ആൻഡമാനാണ്, അതായത് ഡിഗ്ലിപൂർ. ഇതിവിടുത്തെ ഗവൺമെൻറ് ബസ്സാണ്. ഇതും ഇവിടുത്തെ ഗവൺമെൻറ് ബസ്. ഇത് ഡിഗ്ലിപൂർ, നമ്മുടെ നോർത്ത് ആൻഡമാനിലേക്ക് പോകുന്ന ബസ്സാണിത്. നമ്മളുള്ളത് ജിറട്ടാങ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതും ഡിഗ്ലിപൂർക്കുള്ള ബസ്സാണ്. ഇത് ഇവിടുത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടിൻ്റെ ബസ്സാണ്. ഇത് ഓൾറെഡി ഒരു ബോർഡ് ഉണ്ടാകും, നോ ബൈക്ക് അലൗഡ്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ബൈക്ക് അലൗഡ് അല്ല. അതുകൊണ്ട് നമ്മുടെ ബൈക്ക് നമ്മൾ ട്രക്കിൽ കയറ്റിയാണ് കൊണ്ടുപോകുന്നത്. ഈ ബാക്കിൽ കാണുന്നത് ഇത് ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സാണ്. ഇത് പ്രൈവറ്റ് ബസ്സാണ്. ബാക്കിലുള്ളത് റോഡ് ട്രാൻസ്പോർട്ടിൻ്റെ ബസ്സാണ്. ഇവിടെ വരുന്ന ഗസ്റ്റിന് യൂസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ടോയ്ലറ്റ് സൗകര്യമുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ. ഇതും പ്രൈവറ്റ് ബസ്സാണിത്. ഡിഗ്ലിപൂർക്ക് പോകുന്ന പ്രൈവറ്റ് ബസ്സാണ്. ഇതാണ് ഗേറ്റ്. ഇവിടെ നിന്നാണ് നമ്മൾ ഇവിടുത്തെ പെർമിഷൻ ഫോമെല്ലാം ഫില്ല് ചെയ്യേണ്ടത്. വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. നമ്മുടെ ആധാർ കാർഡ് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടാണ് പോകാൻ വേണ്ടി. ബൈക്കുകൾ ഈ വണ്ടിയിലാണ് കയറ്റിയത്. 3 ബൈക്ക്. പിന്നെ ഇവിടെ നിന്ന് ഇത്രയും ലൈനുണ്ട്. ഈ വണ്ടികളൊക്കെ പോയതിന് ശേഷം നമ്മുടെ വണ്ടികൾ പോകാൻ. നമ്മുടെ കാറുള്ളത് ബാക്കിലാണ്. 3 വണ്ടിയും കെട്ടി വെച്ചിരിക്കുന്നുണ്ട്. ജോർസെ ബോലോ. നമ്മുടെ വണ്ടിയിൽ കാർഗോ വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലഗേജ് ഫുള്ള് ബാക്കിൽ. ജാക്കറ്റ്, റൈഡിങ് ജാക്കറ്റ്, ഹെൽമെറ്റ് എല്ലാം ഇതിൻ്റെ അകത്താണ്. VIP സീറ്റ്. ഓക്കെ. वंडी हुई ये हम लोग का बाइक चल रहा है रोक देगा ना एक्चुअली इसके अंदर बाइक चला नहीं सकते इसलिए हमारा गाड़ी वंडी बोल जब तक हाईवे बंद वंडी ഈ വണ്ടിയിൽ പോകും ഇതിന്റെ മുൻപിലേക്ക് വീഡിയോ എടുക്കാൻ പാടില്ല. ഈ ജെട്ടിയിൽ വണ്ടി ഇറക്കിയിട്ട് ബൈക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചത്, പക്ഷേ അതിനുള്ള പെർമിഷൻ തന്നില്ല. ഇതിപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള ജെട്ടിയിട്ട് ഭാരട്ടാങ് അവിടെ ചെന്നിട്ട് വേണം ഇനി വണ്ടി ഇറക്കാൻ. പക്ഷെ നമുക്ക് ചെറിയൊരു ഹെൽപ്പ് കിട്ടി. ടാങ്കറിൻ്റെ കൂടെ നമ്മളുടെ വണ്ടി കയറ്റി വിട്ടു. നോർമലി ഇത് ടാങ്കർ മാത്രം പോകുന്ന ജങ്കാറാണ്. അതായത് ഈ ഒരു ട്രിപ്പിൽ മെയിൻ പെട്രോള് അങ്ങനത്തെ പ്രൊഡക്ട്സ് മാത്രമാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ നോർമൽ വണ്ടികളൊന്നുമില്ല. പക്ഷേ നമ്മളുടെ ബൈക്ക് മാത്രം അവർ കയറ്റി ഹെൽപ്പ് ചെയ്തു.
ചെറിയ വെഹിക്കിൾ ഫെറിയാണ്. അതുകൊണ്ട് ഒരു ടാങ്കറും പിന്നെ കുറച്ച് കാറുകളാണ് കയറ്റിയിരിക്കുന്നത്. ഇത് ആക്ച്വലി കുറച്ച് വലിയ ഫെറി ആയതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് ടാങ്കറുകൾ 4 ടാങ്കർ വന്നിട്ടുണ്ട്. 4 ടാങ്കർ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇത് ചെറിയ ബോട്ടായതുകൊണ്ടാണ് ഒരു ടാങ്കറും കുറച്ച് കാറുകളും മാത്രം ഇട്ടിരിക്കുന്നത്. അവിടുന്ന് ഇങ്ങോട്ടേക്ക് ചെറിയ വണ്ടികളൊന്നും വന്നിട്ടില്ല. ഈ ജങ്കാലാണ് നമ്മൾ വന്നത്. വണ്ടിയൊക്കെ ഇറക്കി ഇനിയിപ്പോൾ ഇവിടെ നമ്മളുടെ ബൈക്ക് ഇറക്കണം. പിക്കപ്പ് ഇതിൻ്റെ ബാക്കിലേക്ക് കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ പോയിട്ട് വേണം അത് വണ്ടികൾ ഇറക്കാൻ വേണ്ടി. അതാണ് നമ്മുടെ ബൈക്കുകളിരിക്കുന്നത്. ഈ വണ്ടി ഇറക്കാനുള്ളൊരു ഡിസ്കഷനിലാണ്. വണ്ടി ഇറക്കണം. ആക്ച്വലി അവിടെ ഒരു റാമ്പ് ഉണ്ടായിരുന്നു. ആ റാമ്പിൽ ഇറക്കാമായിരുന്നു, പക്ഷേ പോലീസുകാർ സമ്മതിച്ചില്ല വണ്ടി അവിടെ ഇറക്കാൻ വേണ്ടി. അതുകൊണ്ട് നമ്മൾ ജങ്കാർ കയറ്റി വണ്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടി വന്നു. ഇതാണ് ഭാരത് ടാങ്ക് പെർമിറ്റ് കൗണ്ടറാണ്. ഇവിടെ നിന്നാണ് നമുക്ക് ലൈം സ്റ്റോൺ കേസൊക്കെ പോകാനുള്ള പെർമിറ്റ് വാങ്ങിക്കേണ്ടത്. നമ്മളിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. വണ്ടി അവിടെ ഇറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഇറക്കാൻ വേണ്ടിയാണ്. രാവിലെ തുടങ്ങി 8ൻ്റെ പണിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വണ്ടി പൊക്കി തന്നെ ഇറക്കണം. ശരി, നോക്കാം. ലൈം സ്റ്റോണിലേക്ക് പോകാൻ കിടക്കുന്ന ബോട്ടുകളാണ് ഇതെല്ലാം. ഇവിടെ എവിടെയോ റാമ്പ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ആ റാമ്പ് ഭാഗ്യത്തിന് ഇവിടെ നമുക്കൊരു റാമ്പ് പോലെ ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് വണ്ടി ഇറക്കാൻ പറ്റുമെന്ന് നോക്കാം. അതിനുള്ള പ്ലാനിങ്ങിലാണ്. ഇനി രാവിലെ നമ്മൾ 4 മണിക്ക് ഇറങ്ങിയതാണ്. 4 മണിക്കല്ല, 3 മണിക്ക് ഇറങ്ങിയതാണ്. സോറി. ഏകദേശം സമയം 11 മണിയായി. ഇനി എത്ര മണിക്ക് ഇവിടെ നിന്ന് ഇനി വണ്ടി എടുത്ത് പോകാൻ പറ്റുമെന്നൊന്നും അറിയില്ല. നോക്കാം നമുക്ക്. അവിടെ ഒരു പോലീസുകാരനും വരുന്നുണ്ട്. So Vision Bro is working and I am doing his job, recording. So we are here to unload the bikes. So we have this one natural ramp which we don't have. So we are doing our thing and we are using everything we've got. So now they are untying all the ropes and preparing to unload the bikes. Bike number 2. अभी दूसरा बाइक मेरा लगेगा स्टैंड.
इधर 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 बहुत लगता है, उठाओ। बढ़िया बढ़िया, अभी बराबर है, बस अभी। बैठेगा थोड़ा पीछे, थोड़ा सा पीछे करो। हाँ बस 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 निकल जाएगा। ഹംഫ്രി ക്രീക്ക് സ്ട്രേറ്റ് ബ്രിഡ്ജാണ്. കടന്തല ബ്രിഡ്ജാണ്. കടന്തല ബ്രിഡ്ജിലാണിപ്പോൾ. പണ്ട് ഇവിടെ ഞാനൊക്കെ വരുമ്പോൾ ഇവിടെ നിന്ന് ഫെറിയായിരുന്നു. നമ്മൾ നേരത്തെ വന്ന പോലെ ഫെറിയായിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഫെറിയായിരുന്നു. പക്ഷെ ഇപ്പോൾ പുതിയ ബ്രിഡ്ജ് പണിതു. ലോങ്ങസ്റ്റ് ബ്രിഡ്ജാണിത്. കടന്തല എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത്. കടന്തല നോർത്ത് ആൻഡ് മിഡിലാണ് നാട്ടിൽ. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണിപ്പോൾ. ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വേണം പോകാൻ. ഇപ്പോൾ ഇവിടെ നിന്ന് കഴിയുമ്പോൾ നമുക്ക് ഒരു ഗേറ്റും കൂടി ഉണ്ട്. ആ ഗേറ്റും ആക്ച്വലി ട്രൈബൽസിൻ്റെ ഏരിയയാണ്. അപ്പോൾ അവിടത്തേക്ക് നമുക്ക് പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. ആ പെർമിഷൻ ഇനി കാണിച്ചിട്ട് വേണം ഇനി രംഗത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നെക്സ്റ്റ് ഇന്നത്തെ ഹോൾട്ട്. നമ്മുടെ ഇന്നത്തെ രാത്രി രംഗത്ത്. എന്തായാലും പോകുന്ന വഴിയിൽ കാണാം. ഇത് ഗേറ്റ് നമ്പർ 15 ആണ്. 15-ാം നമ്പർ ഗേറ്റ് നമ്പർ. ഇതിനു മുമ്പ് ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു, 3-ാം നമ്പർ ഗേറ്റ്. ആ ഗേറ്റ് തുടങ്ങി 15-ാം നമ്പർ ഗേറ്റ് വരെ ആക്ച്വലി ജറാവൻസ് ഏരിയയാണ്. ഇവിടെയും നമ്മൾ ബൈക്ക് ഓടിക്കാൻ പാടില്ല. പക്ഷെ നമുക്ക് സ്പെഷ്യൽ പെർമിഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ബൈക്ക് ഓടിച്ച് വന്ന് നമ്മളിവിടെ എൻട്രി ചെയ്യണം. ബൈക്കൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ എത്തിയപ്പോൾ നമുക്ക് പുതിയൊരു റൈഡർ ഫ്രണ്ടിനെ അവിടെയും കിട്ടി. അപ്പോൾ നമ്മുടെ ഇതിപ്പോൾ 4 വണ്ടിയായി.